ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് വേസ്റ്റ് ലാൻഡ് റീക്ലമേഷൻ സ്ട്രാറ്റജീസ് ആണ്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ എന്ന് വെച്ചാൽ ഒരു ലാൻഡ് അത് അൺപ്രൊഡക്റ്റീവ് ആണെങ്കിലോ അല്ലെങ്കിൽ കൾട്ടിവേഷൻ ചെയ്യാൻ സ്യൂട്ടബിളോ അല്ലെങ്കിലാണ് വേസ്റ്റ് ലാൻഡ് റീക്ലമേഷൻ എന്ന് പറയുക. പിന്നെ അതിൻ്റെ ടൈപ്സ് ആണ് ബാരൻ ലാൻഡ്, വാട്ടർ ലോഡഡ് ലാൻഡ്, മൈനിങ് എഫക്റ്റഡ് ലാൻഡ്, ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ലാൻഡ്സ്. അപ്പോൾ അടുത്തത് മെത്തേഡ്സ് ഓഫ് വേസ്റ്റ് ലാൻഡ് റീക്ലമേഷൻ. അതിൽ ഫസ്റ്റ് പോയിൻ്റ് അഫോറസ്റ്റേഷൻ ആൻഡ് റീഫോറസ്ട്രേഷൻ, രണ്ടാമത്തെ സോയിൽ കൺവേർഷൻ ടെക്നിക്ക്, മൂന്നാമത്തെ പോയിൻ്റ് റീഹാബിലിറ്റേഷൻ ഓഫ് മൈനിങ് ഏരിയാസ്, നാലാമത്തെ പോയിൻ്റ് വാട്ടർ മാനേജ്മെൻറ്റ്. പിന്നെ അതിൻ്റെ ബന്ധപ്പെട്ട സ്റ്റഡീസ്. അതിൽ എക്സാമ്പിൾ 1 റീക്ലമേഷൻ ഓഫ് മൈനിങ് ലാൻഡ്സ് ഇൻ ഇന്ത്യ, എക്സാമ്പിൾ നമ്പർ 2 അഫോറസ്റ്റേഷൻ എഫേർട്ട് ഇൻ രാജസ്ഥാൻ ഡിസേർട്ട് ഏരിയാസ്. അടുത്തത് ബെനിഫിറ്റ്സ്. റീസ്റ്റോർ സോയിൽ ഫെർട്ടിലിറ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റി, ഇംപ്രൂവ്സ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് എക്കോസിസ്റ്റം ബാലൻസ്, reduces soil erosion and water losses, supports sustainable agriculture and forestry. അടുത്തത് റീക്ലമേഷൻ ചെയ്യുന്ന ചാലഞ്ചസ് ആണ്. ഹൈ കോസ്റ്റ് ആൻഡ് റിസോഴ്സ് റിക്വയർമെൻറ്റ്സ്, ലോങ് ടൈം ഫ്രെയിം ഫോർ റിസൾട്ട്, റെസിസ്റ്റൻസ് ഫ്രം ഇൻഡസ്ട്രീസ് ആൻഡ് ലോക്കൽ കമ്മ്യൂണിറ്റീസ്. ഇപ്പോൾ വേസ്റ്റ് ലാൻഡ് റീക്ലമേഷൻ ക്രൂഷ്യൽ ഫോർ എൻവയോൺമെൻറ്റ് സസ്റ്റൈനബിലിറ്റി. ഇംപ്ലിമെൻറ്റിംഗ് സയൻറ്റിഫിക് ആൻഡ് സസ്റ്റൈനബിൾ സ്ട്രാറ്റജീസ് ക്യാൻ റീസ്റ്റോർ degraded land. Collective effort from government, industries and communities are necessary.